ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പലതവണയും ഉണർത്തിയിട്ടും കഴിഞ്ഞ ആഴ്ച ഒരാൾ വിളിച്ചു. നാട്ടിൽ നിന്നാണ് അയാൾ എനിക്ക് മെസ്സേജ് അയച്ചതും വിളിച്ചതും സംസാരിച്ചതും. അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജോബ് ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് എത്തിഹാദ് എയർവേസിൻ്റെ ഒരു ലെറ്റർ ഹെഡിൽ 10, 15, 20ഓളം പേജുള്ള വലിയൊരു ഓഫർ ലെറ്റർ ഡയറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നു എന്നും പറഞ്ഞ് ഒരാളെ സമീപിക്കുന്നത് ഏതോ ഒരു ഏജൻസിയാണ്, ആ ഏജൻസിയിൽപ്പെട്ട ഒരാളാണ് സമീപിച്ചതെന്ന് പറയുന്നു. ആദ്യം ആ ലെറ്റർ കാണിച്ച് ഇയാൾക്ക് കൊടുക്കുന്നു. ഇയാളുടെ പെർഫെക്റ്റ് പേരിലും ഇയാളുടെ അഡ്രസ്സിലും ഒക്കെ പാസ്പോർട്ട് നമ്പർ അടക്കം, കാരണം പാസ്പോർട്ട് കോപ്പിയൊക്കെ നേരത്തെ ഈ ഏജൻസിക്ക് അവർ കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ഓഫർ ലെറ്റർ കൃത്യമായിട്ടും വളരെ വിശദമായിട്ടുള്ള ഒരു ഓഫർ ലെറ്റർ വരുന്നു. ഇതുവരെ കാണാതെ ഇൻ്റർവ്യൂ ചെയ്യാതെയാണ് ഈ ഓഫർ ലെറ്റർ വരുന്നത്. ഹെവി വെഹിക്കിൾ ഡ്രൈവറായിട്ടാണ്. അദ്ദേഹത്തിന് വലിയ ശമ്പളമെല്ലാം ഓഫർ ചെയ്യുന്നു. അപ്പം അയാൾ എനിക്കത് അയച്ചു തന്നു. നോക്കുമ്പോൾ പക്കാ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ അയാൾ നമ്പർ വിളിച്ച് നോക്കുമ്പോൾ നമ്പറില്ല. അങ്ങനെ ഒരിക്കലും എത്തിഹാദിനെ പോലെയുള്ള ഇത്രയും വലിയ കമ്പനികൾ ഡയറക്റ്റായിട്ട് ഒരു ഇൻഡിവിജ്വൽ അങ്ങനെ കൊടുക്കില്ല എന്നുള്ളതാണ്. ഈ കൊണ്ടുപോയി കൊടുത്ത ആൾ പറഞ്ഞു, 5000 രൂപ നിങ്ങൾ എനിക്ക് തരണം, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഒരു ഇതും കൂടി അയക്കും, അന്നൊരു 20,000 രൂപ അങ്ങോട്ട് തന്നാൽ, ഈ 25,000 രൂപ തന്നാൽ ഞാൻ നിങ്ങൾ അങ്ങോട്ടേക്ക് കയറ്റി വിടാം. ഇതായിരുന്നു അവരുടെ വാഗ്ദാനം. ഇത് ശരിയാണോ, ഇതെങ്ങനെ ഇത് കൊടുക്കണോ എന്ന് ചോദിച്ചിട്ടാണ് ഒരാൾ എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു ഇത് കംപ്ലീറ്റ്ലി ഫേക്കാണ്. ഇങ്ങനൊരു സംഭവം ഒരിക്കലും ഇതുപോലെ റെപ്യൂട്ടഡ് കമ്പനി ചെയ്യില്ല. അവർ ചെയ്യുന്നെങ്കിൽ തന്നെ അത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഏജൻസി ത്രൂ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾ അറിയാതെ, നിങ്ങൾ ഇതുവരെ ഇൻ്റർവ്യൂ ചെയ്യാതെ, നിങ്ങളോടൊന്നും പറയാതെ തന്നെ ഇങ്ങനെ കാശ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സാർ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം, ഞാൻ ദുബായിൽ എത്തിയിട്ടുണ്ട്, എനിക്കൊരു ജോലി വേണം. ഞാൻ എന്താ കഥ? ഇവിടുത്തെ ദുബായിലുള്ള അബുഹൈൽ ഏരിയയിലുള്ള ഒരു ഓഫീസ് നമ്പറിൽ ഒരു ഓഫീസിൽ നിന്ന് ഒരാൾ, ഒരു കമ്പനി, ആ കമ്പനിയുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, ആ കമ്പനി ഇതേപോലെ എനിക്ക് നാട്ടിലുണ്ടാകുമ്പം ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ തന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, അവർക്ക് 1500 ദിർഹംസ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഇവിടെ നോക്കുമ്പോൾ ആ കമ്പനിയും ഇല്ല, ആ പറഞ്ഞ ആളുടെ ഫോൺ നമ്പറും ഇല്ല എന്നുള്ളതാണ്. അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് ഇയാൾ പൈസ അയച്ചതും. ഇതും മറ്റൊരു തട്ടിപ്പ്. UAE ഒരു നിയമപ്രകാരം ജോലി കൊടുക്കുന്നവരാണ് ഈ ഏജൻസിയെ നിയമിക്കേണ്ടതും ഏജൻസിക്ക് കാശ് കൊടുക്കേണ്ടതും. ശ്രദ്ധിക്കുക. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു വരികയാണെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് നിങ്ങളൊന്ന് അന്വേഷിക്കുക. അവരെ കമ്പനി ഓൺലൈനിൽ പോയിട്ട് അന്വേഷിക്കുക. അവരുടെ ഫോൺ നമ്പർ വർക്ക് ചെയ്യുന്നുണ്ടോ അന്വേഷിക്കുക. അവരിങ്ങനെ ഒരു ഫിസിക്കൽ കമ്പനി ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അതും അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ച് ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ, ഇത് ലെജിറ്റിമേറ്റ് ആണോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു പക്വതയെങ്കിലും നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിട്ട് വരില്ല. ജോലി ഇല്ലെങ്കിൽ വീട്ടിലിരിക്കാം, പ്രശ്നം ഉണ്ടാവില്ല പലർക്കും. പക്ഷേ ഇങ്ങനെ വന്ന് പെട്ട് കഴിഞ്ഞാൽ ആരും സഹായിക്കാനുണ്ടാവില്ല. സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അറിവ് പല പ്രാവശ്യം തന്നിട്ടും ഇതൊന്നും ചെവിക്കൊള്ളാതെ ഇനിയും വന്ന് നിങ്ങൾ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ 2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തന്നത്. എല്ലാവർക്കും നല്ല ജോലി ലഭിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. മുനീർ അൽ വഫ വിത്ത് ലവ്.